വെൽക്കം ബാക്ക് ടു ക്രിയേറ്റീവ് ജെ. അപ്പം നമ്മൾ കുറേ നാളായില്ലേ ലോങ് വീഡിയോ ആയിട്ട് കണ്ടിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ സിമ്പിളായിട്ടുള്ള ഒരു ക്യാരക്ടർ ഫിഗറിനാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും തമ്മിലൊക്കെ കണ്ടിട്ട് വന്നവരായിരിക്കും. ഐ തിങ്ക് ഈ ഒരു വർക്ക് എല്ലാവർക്കും ഇഷ്ടമാവുന്നു. അപ്പം നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഇന്നത്തെ ക്രിയേഷന് വേണ്ടിയിട്ട് നമ്മൾ പതിവ് പോലെ കോൾഡ് പോർസലെയിൻ ക്ലേ ആണ് എടുത്തിട്ടുള്ളത്. ഇത് ഏകദേശം ഒരു ലൈറ്റ് ഗ്രേ ഷെയ്ഡിലാണ് ഈ ഒരു ക്ലേ എടുത്തിട്ടുള്ളത്. അപ്പോൾ കോൾഡ് പോർസലെയിൻ ക്ലേ എന്താണെന്നൊക്കെ ഈ നേരം കൊണ്ട് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഇതൊരു ഹോം മെയ്ഡ് എയർ ഡ്രൈ ക്ലേ ആണ്. ഇതിൻ്റെ മേക്കിംഗ് ഒക്കെ നമ്മുടെ ചാനലിൽ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ആദ്യമായിട്ട് നമ്മൾ സ്കൾപ്റ്റ് ചെയ്യാൻ പോകുന്നത് കാലുകളാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒരു ട്രയാങ്കുലർ ഷേപ്പിൽ ക്ലേ എടുത്തിട്ട് ഇതുപോലെ 2 കട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മളുടെ ഈ ഒരു ബോഡിയുടെ ഷേപ്പ് ഒരു കോൺ ഷേപ്പ് പോലെ ആക്കിയിട്ടില്ലേ, അതിൻ്റെ താഴേക്ക് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അതുപോലെ 2 എണ്ണം ചെയ്തെടുത്തിട്ട് 2 സൈഡിലോട്ട് ഒട്ടിച്ചു കൊടുക്കാം. സത്യം പറഞ്ഞാൽ ഈ ഒരു ക്രിയേഷൻ ഒരു മുയലിനെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് ചെയ്തു തുടങ്ങിയതല്ല. ഞാൻ എൻ്റെ മനസ്സിൽ ഒരു എലിയെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് ചെയ്തു തുടങ്ങിയാണ്. പക്ഷേ ചെയ്തു വന്നപ്പോൾ ആ കാലിൻ്റെ ആ ഒരു ഷേപ്പ് കുറച്ചും കൂടെ റാബിറ്റിൻ്റെ കാല് പോലെയാണ് തോന്നുന്നത്. എലിയുടേത് കുറച്ചുകൂടെ ഒരു ചെറുതായിരിക്കും ആ ഒരു കാലിൻ്റെ സ്ട്രക്ചർ. അപ്പോൾ എനിക്ക് തോന്നി എന്നാൽ അത് റാബിറ്റാക്കി മാറ്റാമെന്ന്. പിന്നെ ചാര കളറിൽ റാബിറ്റും ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതൊരു കാർട്ടൂൺ ക്യാരക്ടർ മോഡലിലാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് വലിയ പ്രൊപ്പോർഷൻ്റെ ഇഷ്യൂസ് ഒന്നും വരുന്നില്ല. അങ്ങനെ നമ്മൾ കൈകളും കൂടി ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണ്. 2 കൈകളും ചെയ്തതിന് ശേഷം നമ്മളുടെ ആ ഒരു കോൺ ഷേപ്പ് പോലെയുള്ള ബോഡിയുടെ 2 സൈഡിലുമായിട്ട് മുകളിൽ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ഏത് തരം എയർ ഡ്രൈ ക്ലേ വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ കുറച്ച് ലൂസ് കൺസിസ്റ്റൻസി ഉള്ള ക്ലേ ആണെങ്കിൽ അകത്ത് നമ്മൾ അലുമിനിയം ഫോയിലൊക്കെ വെച്ചിട്ട് അതിന് ഷേപ്പ് വെച്ചിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കാവുന്നതുമാണ്. അപ്പോൾ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ഇതിലെന്ത് വേണമെങ്കിലും മാറ്റങ്ങൾ വരുത്താവുന്നതാണ്, ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു കാലിൻ്റെ അവിടെ കുറച്ച് ഷേപ്പ് വരുത്തി കൊടുത്തതാണ്. അതിനുശേഷം നമുക്ക് ഫേസ് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഇതൊരു കാർട്ടൂണിഷ് ഫേസ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ക്യൂട്ടായിട്ടുള്ള ഫേസാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. റിയലിസ്റ്റിക് ആയിട്ടുള്ള റാബിറ്റും ഭയങ്കര ക്യൂട്ടാണ്. പക്ഷേ ഇത് റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു ഫിഗറിനല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മൾ കുറച്ച് കാർട്ടൂണിഷ് ആയിട്ടുള്ള ഫേസാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതുപോലെയാണ് ഫേസ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പം നമ്മൾ ആ ഒരു ഫേസിൻ്റെ ബേസ് ഷേപ്പ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മൂക്കിൻ്റെ ഭാഗം വെച്ച് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ക്ലേ ഈ ഒരു ഷേപ്പിലേക്ക് കൊണ്ടുവരികയാണ്. എന്നിട്ട് നമ്മൾ കണ്ണുകൾക്ക് വേണ്ടിയിട്ട് ഇട്ട ഒരു കുഴുവിൻ്റെ താഴെയായിട്ട് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് അതിൻ്റെ താഴെയായിട്ട് വായിൻ്റെ ഭാഗം വെച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഈ ഒരു വായിൻ്റെ അകത്തേക്ക് കുറച്ചൊരു റെഡ് പീസും കൂടെ വെച്ച് കൊടുക്കാം. കുറച്ചും കൂടെ ഒരു വായ്ഭാഗം കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ടും കുറച്ച് എടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം 2 പല്ലും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. 2 പല്ലും കൂടെ ഇതുപോലെ വെച്ച് കൊടുക്കുക. അത് ചെറിയൊരു പീസ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. പിന്നെ നമ്മളൊരു കുഞ്ഞു മൂക്കും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ചെവികൾ സ്കൾപ്റ്റ് ചെയ്യാം. ചെവികൾ സ്കൾപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ഈ ഒരു ഷേപ്പിൽ, മുയലിൻ്റെ ചെവി അറിയാമല്ലോ, ആ ഒരു ഷേപ്പിലാക്കിയിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ട് ഒന്ന് കുഴിച്ചു കൊടുക്കുക. അങ്ങനെ 2 പീസസ് നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ 2 ചെവികളും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി പുറകിൽ ഒരു വാല് വെച്ച് കൊടുക്കണം. അങ്ങനെ വാലും നമ്മൾ ഫിറ്റ് ചെയ്യാണ്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് ഉണക്കാൻ വയ്ക്കാം. ഉണങ്ങി കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ബാക്കി എല്ലാ പരിപാടിയും. അപ്പോൾ നമ്മുടെ ഈ ഒരു പാർട്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഫിറ്റ് ചെയ്യാം. ആദ്യം നമ്മൾ ചെവികളാണ് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു ചെറിയ കമ്പിയിൽ ആ ചെവികളൊന്ന് കുത്തിയെടുക്കുക. അതിനുശേഷം നമ്മുടെ റാബിറ്റിൻ്റെ തല്ലിലേക്ക് അതങ്ങ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ പരിപാടി. കുറച്ച് ഗ്ലൂവും കൂടെ അപ്ലൈ ചെയ്താലും കുഴപ്പമില്ല. ഇനി നമുക്ക് കണ്ണിൻ്റെ ബേസ് ഒന്ന് വരച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും അറിയാം മുയലിൻ്റെ കണ്ണ് ഇങ്ങനെയൊന്നും അല്ലയെന്ന്. പക്ഷെ നമ്മൾ കാർട്ടൂൺ ക്യാരക്ടർ ആണല്ലോ ചെയ്യുന്നത്. സോ അതുകൊണ്ട് നമുക്ക് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള കണ്ണൊക്കെ വരയ്ക്കാം. ഇനി ബാക്കി ഭാഗത്ത് ഈ ബെല്ലിയുടെ ഭാഗത്തൊക്കെ നമ്മൾ സാധാരണ ഗതിയിൽ ഒരുപാട് കാർട്ടൂൺ സിനിമകളിലും അതുപോലെ തന്നെ കോമിക്കിലും ഒക്കെ ഇതുപോലെ കണ്ടിട്ടുണ്ടാവും. ശരിക്കും പറഞ്ഞാൽ ഉണ്ട്, അതിൻ്റെ ബെല്ലിയുടെ ഭാഗത്ത് കുറച്ച് കളറ് ലൈറ്റർ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ
കണ്ടിട്ടുണ്ടാവുമല്ലോ, റിയൽ ലൈഫിൽ മുയലിനെ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ പക്ഷേ കാർട്ടൂൺ ക്യാരക്ടർ ആകുമ്പോൾ നമ്മൾ റിയലിസ്റ്റിക് ആയിട്ടുള്ളതൊന്നും അല്ല എടുക്കുന്നത്, കുറച്ചുകൂടെ ക്യൂട്ടായിട്ട് എങ്ങനെ ആക്കാം അതാണ് എടുക്കുന്നത്. ആദ്യം ഞാൻ ഈ ഒരു മുയലിൻ്റെ 2 ചീക്കിലും ബ്ലഷ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് സോഫ്റ്റ് പേസ്റ്റൽസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നീട് കണ്ണ് വരച്ചു കൊടുത്തു. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നമ്മൾ ചില ഡാർക്ക് ഏരിയാസ്, വായിൻ്റെ ഭാഗം, അതുപോലെ കാലിൻ്റെ ആ ഒരു ഫിംഗേഴ്സായിട്ട് തിരിച്ച ഭാഗമൊക്കെ ഇല്ലേ, അവിടെയൊക്കെ നമ്മൾ കുറച്ചൊന്ന് ഗ്രേ ഷെയ്ഡ് വെച്ചിട്ടൊന്ന് വരച്ചു കൊടുക്കണം കേട്ടോ. അത് കാണിച്ചിട്ടുണ്ട് വീഡിയോയിൽ, ഞാൻ പറയാൻ വിട്ടുപോയി. ഇനി നമുക്ക് കണ്ണ് വരച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു ബ്ലൂ ഷെയ്ഡാണ് കണ്ണിന് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഐലാഷസും ഇതുപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ വൈറ്റ് ഡോട്ട്സും കൂടെ അപ്ലൈ ചെയ്താൽ കണ്ണിൻ്റെ വരെയൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എപ്പോഴും നമ്മൾ ഇതുപോലെ ആനിമേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഫിഗറിനാണ് ചെയ്യുന്നതെങ്കിൽ എപ്പോഴും അതിനെ എത്രത്തോളം ക്യൂട്ടാക്കാൻ പറ്റുമോ അതാണ് നമ്മൾ നോക്കുക, അതിൻ്റെ പ്രൊപ്പോർഷനെക്കാട്ടിലൊക്കെ കൂടുതലായിട്ടും. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു കുട്ടി ക്യാരറ്റ് ആണ്. അതിന് വേണ്ടിയിട്ട് ഓറഞ്ച് കളറിൽ ക്ലേ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിതുപോലെ ഇംപ്രഷൻസ് എല്ലാം കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒരു ദ്വാരവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഗ്രീൻ കളർ ക്ലേ എടുത്തിട്ട് ഇതുപോലെ ലീഫെല്ലാം വെച്ചിട്ട് അതൊന്ന് സെറ്റാക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ കുട്ടി ക്യാരറ്റ് ഇവിടെ റെഡിയാവും. അതൊന്ന് നന്നായിട്ട് ഉണക്കിയെടുക്കുക. അതിനുശേഷം നമ്മുടെ ഈ ഒരു റാബിറ്റിൻ്റെ തല എടുത്തിട്ട് ഇതുപോലെ കമ്പി ഇൻസേർട്ട് ചെയ്തിട്ട് അതും ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ വീണ്ടും നമ്മൾ ബാക്കിയുള്ള ഭാഗവും കൂടെ ഉണങ്ങാൻ വെക്കുകയാണ്. ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം നമുക്കിതെല്ലാം കൂടെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് നമ്മുടെ ഫൈനൽ ലുക്ക് കാണാം. അങ്ങനെ നമ്മൾ മുയലിൻ്റെ കയ്യിലേക്ക് നമ്മുടെ ക്യാറ്റും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു മുയൽക്കുട്ടിയെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്തുക, ആൻഡ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം. ടിൽ ദെൻ താങ്ക് യു ഫോർ വാച്ചിങ്. ചൂസ്.